എല്ലാവർക്കും ദ ടീച്ചർ എഡ്യൂക്കേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ബോധനശാസ്ത്രവും എന്ന ടോപ്പിക്കിനെ ആസ്പദമാക്കിയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത്. ഇതിന് മുന്നുള്ള വീഡിയോസ് കാണാത്തവർ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള നോട്ടൊക്കെ എഴുതിയെടുത്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ലേണിംഗ് ഡിസബിലിറ്റി? താഴെ കൊടുത്തിരിക്കുന്നതിൽ പഠന വൈകല്യം അല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: ഡിസ്ലെക്സിയ, അനോറെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ. ഇതിലേതാണ് ലേണിംഗ് ഡിസബിലിറ്റി അല്ലാത്തത്? ആൻസർ: അനോറെക്സിയ. അനോറെക്സിയ ഒരു ഈറ്റിംഗ് ഡിസോർഡറാണ്. വിശപ്പില്ലായ്മ അല്ലെങ്കിൽ വിശപ്പ് തോന്നാത്ത ഒരവസ്ഥയ്ക്കാണ് അനോറെക്സിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, according to Jean Piaget, schema building occurs as a result of modifying new information to fit existing schemas and by modifying old schemas as per new information. These two processes are known as. പിയാഷയുടെ അഭിപ്രായത്തിൽ നമ്മളുടെ സ്കീമയിലേക്ക് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരികയും കൊണ്ടുവന്ന കാര്യങ്ങളെ അത് വീണ്ടും ക്രമീകരിച്ച് പുതിയതായിട്ട് മോഡിഫൈ ചെയ്ത് പുതിയ സ്കീമുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന പ്രക്രിയകളെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: അസിമിലേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ, അക്കോമഡേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ, ഇക്വിലിബ്രേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ, അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ. ആൻസർ: അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ. സ്വാംശീകരണവും സംസ്ഥാപനവും ഈ രണ്ട് പ്രോസസ്സിലൂടെയാണ് നമ്മുടെ സ്കീമ മോഡിഫൈ ചെയ്യുന്നതെന്നാണ് പിയാഷെ പറഞ്ഞത്. സ്കീമ ഈസ് ഓർഗനൈസ്ഡ് ത്രൂ അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു വൈഗോട്സ്കി, ചിൽഡ്രൻ ലേൺ. വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ബൈ മച്ചുറേഷൻ, പക്വത വരുന്നതിലൂടെ, വെൻ റെയിൻഫോഴ്സ്മെന്റ് ഈസ് ഗിവൺ, ആവശ്യത്തിനുള്ള പ്രബലനം അഥവാ പ്രോത്സാഹനം നൽകുന്നതിലൂടെ, ബൈ ഇമിറ്റേഷൻ, അനുകരണത്തിലൂടെ, ബൈ ഇൻട്രാക്ടിങ് വിത്ത് അഡൽട്സ്, മുതിർന്നവരുമായിട്ട് ഇടപഴകുന്നതിലൂടെ. വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുന്നത്? ബൈ ഇൻട്രാക്ടിങ് വിത്ത് അഡൽട്സ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള തിയറിയാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി. അതായത് കുട്ടികൾ മുതിർന്നവരായിട്ട് സമൂഹത്തിൽ ഇടപഴകുന്നതിലൂടെയാണ് പഠിക്കുന്നതെന്നാണ് വൈഗോട്സ്കി പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു പിയാഷെ, എ ചൈൽഡ് ബിറ്റ്വീൻ 2 to 7 years ഈസ് ഇൻ ദ ഡാഷ് സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. പിയാഷയുടെ അഭിപ്രായത്തിൽ 2നും 7നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടി വൈജ്ഞാനിക വികാസ ഘട്ടത്തിലെ ഏത് സ്റ്റേജിലാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, സെൻസറി മോട്ടോർ സ്റ്റേജ് ആൻഡ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ആൻസർ: പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. 2 തൊട്ട് 7 വയസ്സ് വരെയുള്ളതാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, പ്രാഗ് മനോവ്യാപാര ഘട്ടം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ബേസ്ഡ് ഓൺ വൈഗോട്സ്കീസ് സോഷ്യോ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി? താഴെ കൊടുത്തിരിക്കുന്നതിൽ വൈഗോട്സ്കിയുടെ സാമൂഹ്യ നിർമ്മിതിവാദ സിദ്ധാന്തത്തിന് ആസ്പദമാക്കിയുള്ളത് ഏത്? ഓപ്ഷൻസ്: ഓപ്പറന്റ് കണ്ടീഷനിങ്, പ്രവർത്തനാനുബന്ധ സിദ്ധാന്തം. അടുത്തത് റെസിപ്രോക്കൽ ടീച്ചിങ്, പ്രതിക്രിയാധ്യാപനം. ഡിസ്കവറി ലേണിംഗ്, കണ്ടെത്തൽ പഠനം. ഇൻസൈറ്റ് ലേണിംഗ്, അന്തർദൃഷ്ടി പഠനം. ഇതിലേതാണ് വൈഗോട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിയെ ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തത്? ആൻസർ: റെസിപ്രോക്കൽ ടീച്ചിങ് അഥവാ പ്രതിക്രിയാധ്യാപനമാണ് വൈഗോട്സ്കിയുടെ തിയറിയെ ബേസ് ചെയ്തത്. അപ്പോൾ ഓപ്പറന്റ് കണ്ടീഷനിങ് ആരുടെ തിയറിയാണ്? സ്കിന്നറിൻ്റെ തിയറിയാണ് ഓപ്പറന്റ് കണ്ടീഷനിങ്. ഡിസ്കവറി ലേണിംഗോ? ജെറോം എസ് ബ്രോണറാണ് ഡിസ്കവറി ലേണിംഗ് അഥവാ കണ്ടെത്തൽ പഠനം കൊണ്ടുവന്നത്. ഇൻസൈറ്റ് ലേണിംഗ് തിയറി അല്ലെങ്കിൽ അന്തർദൃഷ്ടി പഠനം, അതിൻ്റെ ഉപജ്ഞാതാവാണ് കോഹ്ലർ. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു പിയാഷെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ദ സെൻസറി മോട്ടോ സ്റ്റേജ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. പിയാഷെയുടെ വൈജ്ഞാനിക വികാസ ഘട്ടത്തിൽ സെൻസറി മോട്ടോ സ്റ്റേജ് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: എബിലിറ്റി ടു സോൾവ് പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ്. കൺസേൺ അബൌട്ട് സോഷ്യൽ ഇഷ്യൂസ്, സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠ. എബിലിറ്റി ടു ഇൻ്റർപ്രറ്റ് ആൻഡ് അനലൈസ് ഓപ്ഷൻസ്, പ്രശ്നങ്ങളെ അപഗ്രഥിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ്. ഇമിറ്റേഷൻ, മെമ്മറി ആൻഡ് മെൻ്റൽ റെപ്രസെൻറ്റേഷൻ, ഓർമ്മിക്കാനും അനുകരിക്കാനുമുള്ള കഴിവ്. ഈ ഓപ്ഷൻസിൽ സെൻസറി മോട്ടോ സ്റ്റേജുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഏതാണെന്നാണ് ചോദ്യം. ഈ സെൻസറി മോട്ടോ സ്റ്റേജ് എന്ന് വെച്ചാൽ അതിൻ്റെ പ്രായം ഏതാണ്? ജനനം തൊട്ട് 2 വയസ്സ് വരെയാണ് സെൻസറി മോട്ടോ സ്റ്റേജ്.
അപ്പോൾ ആൻസർ ഇമിറ്റേഷൻ, മെമ്മറി ആൻഡ് മെൻ്റൽ റെപ്രസെൻറ്റേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ചിൽഡ്രൻ ആക്റ്റീവ്ലി കൺസ്ട്രക്ട് ദെയർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ വേൾഡ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ആട്രിബ്യൂട്ടഡ് ടു. ഓപ്ഷൻസ് ജീൻ പിയാഷെ, കോഹ്ലർ, പാവ്ലോവ് ആൻഡ് സ്കിന്നർ. കുട്ടികൾ അറിവ് സ്വയം നിർമ്മിക്കുകയാണ് എന്ന് പറഞ്ഞത് ആരാന്നാണ് ചോദ്യം. ആൻസർ ജീൻ പിയാഷെ. ജീൻ പിയാഷെയാണ് കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ നിർമ്മിതിവാദം, കുട്ടികൾ നോളജ് കൺസ്ട്രക്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, ദി ഇൻസൈറ്റ് തിയറി ഓഫ് ലേണിംഗ് ഈസ് പ്രൊമോട്ടഡ് ബൈ. അന്തർദൃഷ്ടി പഠനത്തെ പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻസ് ജസ്റ്റാൾട്ട് തിയറിസ്, ജീൻ പിയാഷെ, പാവ്ലോവ്, വൈഗോട്സ്കി. ഇതിൽ അന്തർദൃഷ്ടി പഠനം പ്രോത്സാഹിപ്പിച്ചതാണ് ജസ്റ്റാൾട്ട് സൈക്കോളജി അല്ലെങ്കിൽ ജസ്റ്റാൾട്ടിസം. അതിലേറ്റവും പ്രമുഖരായിട്ടുള്ള സൈക്കോളജിസ്റ്റാണ് മാക്സ് വെർത്തിമർ, കോഹ്ലർ ആൻഡ് കോഫ്ക. അടുത്ത ക്വസ്റ്റ്യൻ, 4 distinct stages of children's intellectual development are identified by. കുട്ടികളുടെ വൈജ്ഞാനിക വികാസ ഘട്ടത്തിൽ 4 ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ് എറിക്സൺ, കോൾബർഗ്, സ്കിന്നർ, പിയാഷെ. ആൻസർ പിയാഷെ. പിയാഷെയുടെയാണ് സ്റ്റേജ് തിയറി ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വൈജ്ഞാനിക വികാസത്തിൻ്റെ ഘട്ട സിദ്ധാന്തം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബുക്ക് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് വാസ് റിട്ടൺ ബൈ. ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് ആരുടെ പുസ്തകമാണ്? ഓപ്ഷൻസ് റോബർട്ട് എം ഗാഗ്നെ, ബെഞ്ചമിൻ എസ് ബ്ലൂം, ടോൾമാൻ, ക്ലാർക്ക് എൽ ഹൾ. ആൻസർ ബെഞ്ചമിൻ എസ് ബ്ലൂം. ബ്ലൂമിൻ്റെ ബുക്കാണ് ബ്ലൂംസ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ ഈ വീഡിയോയിൽ 10 ക്വസ്റ്റ്യൻസും അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആൻസറും കണ്ടു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. താങ്ക്